കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റി രൂപപ്പെടുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടികളിൽ അലർജി, ആസ്മ, അതേപോലെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. പലരും അറിയാത്തതോ അല്ലെങ്കിൽ മറന്നു പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റി രൂപപ്പെടുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. അമ്മയുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിൽ കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റി വീക്ക് ആയിരിക്കും. പ്രഗ്നൻസി ടൈമിലുള്ള സ്ട്രെസ് കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, കെമിക്കൽസിന്റെ ഉപയോഗം ഇതെല്ലാം കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. പ്രിമച്വർ ബേബീസ് ആണെങ്കിൽ പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം പ്രിമച്വർ ബേബീസിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ NICUലൊക്കെ ഒരുപാട് ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം വേണ്ടി വരും. ഇത് കുഞ്ഞിന്റെ ഗട്ട് ഹെൽത്തിനെ, ഇമ്മ്യൂണിറ്റി ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആയുർവേദ രീതിയിൽ മുന്നോട്ട് പോകുന്ന ദമ്പതികൾക്ക് പ്രിമച്വർ ബർത്തിന്റെ ഇത്തരം കുറെ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക, അതേപോലെ സ്ട്രെസ് നന്നായിട്ട് മാനേജ് ചെയ്യുക. ഗർഭധാരണത്തിന് മുമ്പ് അച്ഛനും അമ്മയാവാൻ പോകുന്ന ദമ്പതികൾ ശരീരത്തെ ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്. ഓർക്കുക, കുഞ്ഞിന്റെ ആരോഗ്യം അമ്മയുടെ ഗർഭപാത്രത്തിലാണ് തുടങ്ങുന്നത്.